ഏവർക്കും സുപ്രഭാതം. ഏത് വിധേനയും അനുഗ്രഹം അടിച്ചു മാറ്റുവാൻ ഒരു ഫാൻസി ഡ്രസ് കളിക്കുന്ന മാതാവിനെയും മകനെയുമാണ് റിബേക്കയുടെയും യാക്കോബിന്റെയും ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശാവാണെന്ന് അപ്പനെ ധരിപ്പിക്കുവാനായിട്ട് ആടിൻ്റെ തോല് കൈകളിൽ ചുറ്റിക്കൊണ്ട് അപ്പൻ്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുന്ന റിബേക്ക എന്ന മാതാവ്. അങ്ങനെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഏതു വിധേനയും യേശാവിന് ലഭിക്കേണ്ട ആ അനുഗ്രഹത്തെ അടിച്ചു മാറ്റുവാനായിട്ട് അമ്മ ഓതിക്കൊടുത്തത് അതുപോലെ അനുസരിക്കുന്ന മകനും. വഞ്ചനാ കുറ്റം എന്ന് നമുക്കതിനെ വിളിക്കുവാനായിട്ട് കഴിയുന്നതാണ്. വാസ്തവത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ചില താൽക്കാലികമായ ഉന്നമനത്തിനു വേണ്ടിയും ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയും നാമും വഞ്ചനകൾ ചെയ്യുന്നവരാണോ? ഒരു സ്വയപരിശോധന ഇന്ന് രാവിലെ നടത്തുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ലഭിച്ചില്ലെങ്കിലും ആരെയും വഞ്ചിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് പകലിൽ നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആരെയും വഞ്ചിക്കാതെ ഒരു നിലയിലുള്ള വഞ്ചനയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടയായിട്ട് തീരണം. വ്യക്തിപരമായി മാത്രമല്ല, ഏറ്റവും പ്രാധാന്യതയോടെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ആരെയും വഞ്ചിക്കാത്ത ഒരു ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഇന്ന് പകലിൽ ദൈവം എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ.